നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചാനലിൽ നിന്ന് ഒരാൾ പടിയിറങ്ങിയ കഥയാണ് ഓട്ടപ്രദർശനത്തിൽ. അതായത് അഴിമതി ന്യായീകരണം, ബാർക്ക് റേറ്റിംഗ് വെട്ടിക്കൽ, പിന്നെ കൂട്ടത്തല്ല്, പിന്നെ കുറച്ച് പരദൂഷണം, ഇതൊക്കെ നടത്തിയിരുന്ന മീറ്റ് ദ ഫൈറ്റേഴ്സിൽ ഒരാളിന്ന് ഇറങ്ങുകയാണ്. അതായത് അതൊന്നുമല്ല, നമ്മുടെ ട്രീ കട്ടർ മുതലാളിയുടെ ചാനലിൽ നിന്ന് സുജയ പാർവതി കൂടി പടിയിറങ്ങുന്നു. ചാനൽ അതിഗംഭീരമായിരുന്നു. നമ്മുടെ വാർത്താ സംസ്കാരത്തിന് കരണത്തേറ്റ അടി തന്നെയായിരുന്നു റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനൽ ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, നികേഷ് കുമാർ ഉണ്ടായിരുന്നു, അരുണും സ്മൃതി പരുത്തിക്കാടും ഇപ്പോഴും ഉണ്ട്. സുജയ പാർവതി കൂടി ഉണ്ടായിരുന്നു. സുജയ പാർവതി ഉണ്ണി ബാലകൃഷ്ണന് പുറകെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ചാനൽ. കുത്തിത്തിരിപ്പാണ് മെയിൻ. പഴയിട നമ്പൂതിരിയെ കുത്തിത്തിരിച്ച് ആ പാവം 10-16 വർഷം കലോത്സവ വേദികളിൽ പാചകം ചെയ്ത് കൊടുത്ത ആ മനുഷ്യന് ഇനി പറയാനൊന്നുമില്ല. ആ രീതിയിൽ പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു. പാവം അർജുൻ തൻ്റെ ജോലി ചെയ്യാൻ പോയതാ. ആ പാവം മനുഷ്യൻ ഉരുൾപൊട്ടലിൽപ്പെട്ട് ഗംഗാവാലിയിൽ പെട്ടുപോയി. അതിനെ വിറ്റ് കാശാക്കാൻ പല രീതിയിലും വാർത്താ സംസ്കാരത്തെ ഏറ്റവും വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി. പിന്നെ ട്രീ കട്ടർ മുതലാളിയുടെ സംഭവ വിശേഷങ്ങൾ അറിയാലോ. ട്രീ കട്ടർ മുതലാളിയുടെ ട്രീ കട്ടിംഗ് പരിപാടി കേസ് പൊങ്ങി വന്ന ഉടനെ മീറ്റ് ദ ഫൈറ്റേഴ്സിൽ ട്രീ കട്ടർ മുതലാളിക്ക് വേണ്ടിയിട്ടുള്ള ന്യായീകരണ പരിപാടിയായിരിക്കും. ഇനി മീറ്റ് ദ ഫൈറ്റേഴ്സും കടന്ന് ഇനി അപ്പുറത്തെ ചാനലിലെ ആൾക്കാർക്ക് എതിരെ പരദൂഷണം പറയലും ഈ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അങ്ങനെ റിപ്പോർട്ടർ ചാനൽ കളം നിറയായിരുന്നു പല കാര്യങ്ങളാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതെല്ലാം കയറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബാർക്ക് റേറ്റിങ്ങിലും കൂടെ ഒരു ചെറിയ വ്യത്യാസം കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി വേറൊരു അഴിമതി. അങ്ങനെ വളരെ ഭംഗിയായി കേരളത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ. ഇനി ഇവരെന്താണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം അത്ര വികലമായ ഒരു വാർത്തയുടെ ഏത് വശമാണോ ആൾക്കാർ മനസ്സിലാക്കിക്കൂടാത്ത, ആ വാർത്തയുടെ ഏത് വശമാണോ ആൾക്കാരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്, ആ ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ. നമുക്കിടയിൽ കുറച്ച് നാൾ മുന്നേ അവതരിപ്പിച്ചു പോയ പ്രോഗ്രാം ഉണ്ടല്ലോ, എല്ലാ വർഷവും ഉണ്ട് ആ പ്രോഗ്രാം. ഈ വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ബിഗ് ബോസ് പ്രോഗ്രാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വികലമായ ഒരു പരിപാടിയാണ്. അതായത് അയാളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും മോശമായ 1 മണിക്കൂർ എടുത്തിട്ടാണ് ആ പരിപാടിയിൽ കാണിക്കുക. ഈ മനുഷ്യൻ്റെ സഹജമായ നുണ കേൾക്കാനുള്ള വാസന, മനുഷ്യൻ്റെ ഏറ്റവും മോശമായ മറ്റൊരാളുടെ വീട്ടിലേക്ക് എത്തി നോക്കാനുള്ള വാസന, ആ വാസനയെ കച്ചവടവത്കരിക്കുന്ന ഒരു പ്രോഗ്രാം. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് നമുക്ക് ദിവസങ്ങളോളം നീട്ടിവെക്കുന്നു, ആ ഒരു അർത്ഥത്തിൽ മാത്രമേ കാണൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട മീറ്റ് ദ ഫൈറ്റേഴ്സിൽ പ്രധാന ഫൈറ്റേഴ്സിൽ ഒരാളായ സുജയ പാർവതി ഇറങ്ങുകയാണ്. സുജയ പാർവതി ബി ജെ പിയുടെ നയങ്ങളെയും ന്യായീകരിക്കുന്ന ആളെന്നാണ് വൈപ്പ്. ഈ പുള്ളിക്കാരി ചെയ്തൊരു പരിപാടിയുണ്ട്. 24 ന്യൂസിലായിരിക്കുമ്പോൾ ഇടയിൽ ഒരു പരിപാടിയിലേക്ക്, ഒരു സംഘത്തിൻ്റെ പരിവാർ പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയിലേക്ക് ഒന്ന് കയറി ചെന്നതിന് ശേഷം പിന്നെ ഘോര വാദമായിരുന്നു. പ്രീപ്ലാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 24-ൽ നിന്ന് ഇവരെ പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവർ മനഃപൂർവ്വം തന്നെ അവിടുന്ന് റെസിഗ്നേഷൻ കൊടുക്കുന്നു. റെസിഗ്നേഷൻ കൊടുത്തതിന് ശേഷം 24-ൽ പ്രത്യക്ഷയായതിനു ശേഷം പിന്നീട് അജണ്ട ഫിക്സ്. അത് കഴിഞ്ഞാൽ പിന്നീട് കഥയോട് കഥ. കാരണം ബി ജെ പി മോഹമായി മാറിക്കഴിഞ്ഞു. ഇനി കഥ മാത്രം മെനഞ്ഞെടുത്താൽ മതി. കഥയോട് കഥ. ഫൈറ്റ് ചെയ്യുന്നു, പോരാളിയാകുന്നു, അരുൺകുമാറിൻ്റെ നേരെ ഫൈറ്റ് ചെയ്യുന്നു, നികേഷ് കുമാറിൻ്റെ നേരെ ഫൈറ്റ് ചെയ്യുന്നു, നികേഷ് കുമാറും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഒരു തരികിട പദ്ധതി. ഈ തരികിട പദ്ധതിയിൽ നിന്ന് ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ ഇറങ്ങിയിട്ടിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. ഇപ്പോൾ അതാ സുജയ പാർവതി ഇറങ്ങുന്നു, ബിഗ് ടി വിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം അറിയാലോ. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിവിധ ചാനലുകളുണ്ട്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അടുത്ത ഒരു മൂന്നാമതും ഇടതുപക്ഷത്തെ അധികാരത്തിൽ കയറ്റുകയാണ്. അതിനു വേണ്ടിയിട്ട് വാദിക്കുക. പിണറായി വിജയൻ്റെ
കാര്യങ്ങൾ വാദിച്ച് അപദാനങ്ങൾ പാടിയുന്ന സ്തുതിപാഠക വൃന്ദം. ഈ സ്തുതിപാഠക വൃന്ദത്തിലെ മറ്റൊരു ചാനലാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെയാണോ അങ്ങനെ അല്ലയോ എന്ന് മാത്രമേ ഇനി തിരിച്ചറിയാനുള്ളൂ. എന്തായാലും ബിഗ് ടി വിക്ക് BJPക്ക് ഓട് ഒരു രീതിയിലുള്ള മമതയുണ്ടാവില്ല. ദേശീയതയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനോടൊരു മമതയില്ല. കാരണം ദേശീയത നമുക്ക് പ്രശ്നമാണ്, നമുക്ക് ഭ്രഷ്ടാണ്, നമുക്ക് ഹറാമാണ്. അപ്പം അതുകൊണ്ട് അതിനോട് നമുക്കൊരു വിപ്രതിപത്തിയുണ്ട്, അതുകൊണ്ട് ഒരു ഇഷ്ടക്കേടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങ് മാറ്റിവെക്കാം, ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടും വാദിക്കാം. പ്രത്യേകിച്ചും അടുത്ത മൂന്നാമതും പിണറായി വിജയൻ മന്ത്രിസഭ വരണം. അതിനുവേണ്ടി വാദിക്കേണ്ട ചാനലാണോ അല്ലയോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അതിനുള്ള ഫണ്ടിങ് കോൺഗ്രസിൻ്റെയൊക്കെ ആൾക്കാരൊക്കെയാണ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്നു, അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം സുജയ പാർവതിക്ക് അവിടെ എന്താണ് റോളെന്ന്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.